ഉമ്മയാണെങ്കിലും ഈ പൊന്നുമോളെ ഓർത്തിട്ട് ആ ഉമ്മ പറഞ്ഞു പത്രേ, എന്റെ മകൾ, എന്റെ കുഞ്ഞ്, ഞാനെങ്ങാനും വേറൊരു പുതിയാപ്പിളക്ക് വെടിപ്പെട്ടാൽ ഈ കുഞ്ഞിനെ ആര് നോക്കും, ഈ കുഞ്ഞിനെ ആര് വളർത്തും? അവർക്കത്ര ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല, പുതിയ ഭർത്താവിന്റെ വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ കുട്ടി കാരണം ദുനിയാവിൽ വേറൊരു പുതിയാപ്പിളക്ക് ഞാൻ വെടിപ്പെടുന്നില്ല. ഈ പൊന്നുമോൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഉപ്പ അല്ല ഈ ഉമ്മ, ആ ഉമ്മയാണ് സഹോദരങ്ങളെ 10-18-20 വയസ്സായപ്പോഴേക്കും ഒരു ദിവസം ആ പൊന്നുമോളെ വീട്ടിൽ കാണുന്നില്ല. നോക്കുമ്പോൾ അവള് ചാടിപ്പോയത്രേ. തേടി പിടിച്ചു നീ ഉമ്മ, അന്വേഷിച്ചു. കാരണം ഈ ഉമ്മാക്ക് മോളേ ഉള്ളൂ. അന്വേഷിച്ച് തേടി പിടിച്ച് മകളുടെ അരികിലെത്തി, മകളുടെ ചാരത്തെത്തി. അങ്ങനെ ഈ പ്രിയപ്പെട്ട മകളെ പൊന്നുമോളെ അരികിൽ ചെന്നിട്ട് മോളെ എന്ന് വിളിച്ച് വാവിട്ട് കരയുന്ന ഉമ്മ. നാട്ടിൽ ബന്ധപ്പെട്ടവര് പറഞ്ഞു, മോളെ നിന്റെ ഉമ്മയാണ് കരയുന്നത്, നിന്റെ ഉമ്മയാണ് വാവിട്ട് കരയുന്നത്, ഉമ്മാക്ക് നീ മാത്രമുള്ളൂ എന്നാ പറയുന്നത്. നിന്നെ കൊണ്ടുപോകാൻ ഉമ്മ വന്നിരിക്കുകയാ. ഈ പെൺകുട്ടി പച്ചയിൽ പറയാ, എനിക്ക് ഉമ്മ വേണ്ട, ഞാൻ ഉമ്മയുടെ കൂടെ പോകില്ല, ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. നോക്കൂ നിങ്ങൾ, ആ പ്രിയപ്പെട്ട ഉമ്മ മകളുടെ കാൽക്കലങ്ങ് വീണു. മോളെ കാൽക്കലങ്ങ് വീണ് 2 കാലും കൂട്ടിപ്പിടിച്ച്, നോക്കൂ എന്റെ സഹോദരങ്ങളെ, പൊന്നുമകളുടെ കാൽക്കൽ വീണിട്ട് 2 കാലും കൂട്ടിപ്പിടിച്ച് മോളെ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കുമ്പോൾ ആ നന്ദി കെട്ട പെൺകുട്ടി, ദയ പോലും കാണിക്കാത്ത പെൺകുട്ടി ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടുന്നത് കാണുന്നു. ഉമ്മാന്റെ മാറിടത്തിൽ ചവിട്ടുന്ന കാഴ്ച. 2 കൊല്ലത്തോളം ആ പെൺകുട്ടിക്ക് മുല കൊടുത്തു പോയ പൊന്നുമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുമ്പോഴും ഉമ്മ കൈവിടുന്നില്ല മുസ്ലിമീങ്ങളെ. അവസാനം ഉമ്മയുടെ കവിളത്ത് ചവിട്ടു നിന്നു, മുഖത്ത് ചവിട്ടു നിന്നപ്പോൾ വേദന സഹിക്കാൻ കഴിയാത്ത ഉമ്മ കൈവിട്ടു. ഈ പെൺകുട്ടി ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോഴും ഉമ്മ എഴുന്നേറ്റിട്ട് വിളിക്കുന്നു, മോളെ, മോളെ എന്നുള്ള വിളി. ആര് കേൾക്കാനുണ്ടാ വിളി? ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളോട് പറയുന്നു, മക്കളെ, അഭിവന്ദരായ കണ്ണവം തങ്ങളുപ്പാപ്പയുടെ ചാരത്ത് വെച്ച് ഞാൻ എന്റെ പെണ്ണുകുട്ടികളോട് പറയുന്നു, മോളെ, എനിക്കും അല്ലാഹു പെൺമക്കളെ നൽകിയിട്ടുണ്ട്. ഞാൻ എന്റെ കുട്ടികളെ പോലെ വിചാരിച്ച് ഇവിടെയുള്ള മക്കളോട് പറയുന്നു, എന്റെ പെൺകുട്ടികളെ, 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു അക്രമുൽ അക്രമീൻ, റബ്ബാണ് വലുത്. ഓളെ, റബ്ബ് നിന്നെ വെറുതെ വിടില്ല. ആരെയാ നീ ചവിട്ടിപ്പോകുന്നത്? ഏതോ ഒരു ചെക്കൽ, തറവാട്ടിന് നിരക്കാത്ത ചതിയനും വഞ്ചകനും നന്ദികെട്ടവനുമായ ഒരു ചെക്കന്റെ കൂടെ ഓളെ, അവന് നീ മാത്രമായിരിക്കില്ല, നിന്നവൾ കൊണ്ടുപോയിട്ട് നിന്റെ മരണം വരെ അവൻ കൊണ്ടു നടക്കുമെന്ന് ഉറപ്പുപോയി വല്ല ധാരണയുമുണ്ടോ? ഓളെ, അവൻ ചതിയനാണ്, അവൻ വഞ്ചകനാണ്. അവന് നിന്നെ പോലെ വേറെയും പെൺകുട്ടികളുണ്ട്. അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ഞാൻ എന്റെ പെൺമക്കളോട് തുറന്നു പറയട്ടെ, മോളെ, ആ വഞ്ചനയിൽ പെട്ടുപോകരുത്. അവൻ വഞ്ചകനാണ്, അവൻ ചതിയനാണ്, നന്ദി കെട്ടവനാണ്, തറവാട്ടിന് നിരക്കാത്തവനാണ്. അവന്റെ കൂടെ മോളെ, അവന്റെ ചിരി കണ്ട് നിന്റെ ഉമ്മയുടെ മാറിടത്തിൽ ചവിട്ടി നിന്റെ ഉപ്പയെ നാണം കെടുത്തി മോളെ നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ സാധുവായ ഉപ്പ, ഉമ്മയെക്കാളും പച്ച പാവമാണ് ഉപ്പ. യാഥാർത്ഥ്യമല്ല മക്കളെ. അൽവാരിദു ഔസതു അബ്വാബിൽ ജന്നാ, റസൂലുള്ളാഹി പറയുന്നു, സ്വർഗ്ഗത്തിലെ കവാടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവാടം നമ്മുടെ ഉപ്പയാകുന്നു. ഉപ്പാക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയൂല. കാസർഗോഡുള്ള ഉപ്പമാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ഉമ്മാക്ക് കരയാൻ കഴിയും, ഉമ്മാക്ക് കണ്ണീരൊടുക്കാൻ കഴിയും. പലപ്പോഴും മക്കളെ, നമ്മുടെ ഉപ്പാക്ക് കണ്ണീരൊടുക്കാൻ കഴിയില്ല. പക്ഷേ
മോളെ, നിനക്ക് ആദ്യമായി സ്വർണത്തിന്റെ ഒരു മോതിരം വാങ്ങിത്തന്നത് നിന്റെ ഉപ്പയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. 10-18 കൊല്ലത്തോളം നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി കാശ് മുടക്കുന്നതും അധ്വാനിക്കുന്നതും നിനക്ക് വസ്ത്രം വാങ്ങിത്തരുന്നതും ആശിക്കുന്ന വസ്ത്രങ്ങളൊക്കെ വാങ്ങിത്തരുന്നതും മോളെ ഉമ്മയല്ല കേട്ടോ, നിന്റെ പാവപ്പെട്ട ഉപ്പയാണ്. കല്യാണ പ്രായമെത്തുമ്പോഴേക്കും 20-25 പവനുണ്ടാക്കി വെക്കുന്നതും പെൺകുട്ടികളെ നിങ്ങളുടെ ഉപ്പയാണ്. സാധുവാണ് മക്കളെ നമ്മുടെ ഉപ്പ. ആ വാപ്പയെ നാണം കെടുത്തിയിട്ട് സമൂഹത്തിൽ തലപൊക്കി നടക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ ഉപ്പാന് നാണം കെടുത്തി ഏതെങ്കിലും ഒരു ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ ഓളെ, അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോ ആര് നിന്നെ കാണാൻ വരും? ആര് നിന്നെ അന്വേഷിക്കും? കുടുംബത്തിൽ ആരെങ്കിലും വരുമോ? കുടുംബത്തിന് ശാപമാണ് നീ. നാട്ടുകാരെങ്കിലും വരുമോ? നാട്ടിന് വളരെ ബെടക്ക് പിടിച്ചവളാണ് നീ. ചാടിപ്പോയ വ്യഭിചാരി പെണ്ണായി വളരുന്നവളാണ് നീ. പക്ഷേ എന്റെ കുട്ടികളോട് ചോദിക്കുന്നു, മോളെ, ആര് നിന്റെ അരികിലേക്ക് വന്നില്ലെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു പടച്ച പടപ്പുകളിൽ ഒരു ജീവി നിന്റെ അരികിലേക്ക് വരും. നിന്റെ മുഖത്ത് നോക്കും, മോളെ എന്ന് വിളിക്കും, അണച്ചുകൂട്ടും. ആ ജീവിക്കറിയാം നീ ചാടിപ്പോയവളാണെന്ന്. ആ ജീവിക്കറിയാം നീ ഒരു വ്യഭിചാരി പെണ്ണാണെന്ന്. എന്നാലും നിന്റെ അരികിൽ വന്നിട്ട് മോളെ എന്ന് വിളിക്കും. ആരാണെന്നറിയോ? നിന്റെ ഉമ്മയാണ്. ആ കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മാന്റെ കൂടെ പോകില്ല എന്ന് പറഞ്ഞില്ല മോളെ. ആ ഉമ്മയാണ് നിന്നെ ഇപ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും നിന്റെ അരികിലേക്ക് എത്തിയിട്ടുള്ളത്. അത് നിന്റെ പൊന്നു ഉമ്മ തന്നെയാ. ആ ഉമ്മാന്റെ മാറിടത്തിൽ നീ ചവിട്ടിയില്ലേ? ആ ഉമ്മയുടെ കവളത്ത് നീ ചവിട്ടിയില്ലേ? എന്നിട്ടും ആ ഉമ്മ നിന്റെ അരികിൽ വന്നു, മോളെ എന്ന് വിളിച്ചു. നിന്നടച്ചുകൂട്ടി വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറയെ ഭക്ഷിപ്പിക്കുന്നു. ഞാൻ എന്റെ കുട്ടികളോട് പറയട്ടെ, മോളെ, എന്താണ് കാരണമെന്നറിയോ? എന്ത് പറഞ്ഞാലും ഉമ്മാക്ക് നമ്മ കൈയൊടിക്കാൻ പറ്റില്ല. ഈ വഅദ് പറയുന്ന മുസ്ലിയാർ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് വഅദിൽ വരുമ്പോൾ, ഒരു 4-5 വർഷം മുമ്പ് വന്നപ്പോൾ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, വാപ്പയും ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ രണ്ടുപേരും പള്ളിപ്പറമ്പിലാണ്. ഞാൻ ഇന്ന് വഅദ് കഴിഞ്ഞ് ഉദാഹരണം പറയുന്നു. വീട്ടിലെങ്ങാനും എത്തുന്നുവെങ്കിൽ എന്റെ ഉമ്മ കിടക്കുന്ന കട്ടില് കണ്ടാൽ ഇന്നും കൽബൊന്ന് പൊട്ടിപ്പോകും. ഏത് സമയത്ത് ചെന്ന് ബെല്ലടിച്ചാലും തുറക്കുന്നതും ഒരു തുള്ളി വെള്ളം കുടിച്ച പോലെ എന്ന് പറയുന്നതും മക്കളെ നമ്മുടെ ഉമ്മ തന്നെയാ. ഞാൻ എന്റെ ചെറുപ്പക്കാരായ കുട്ടികളിലേക്ക് ഇറങ്ങി വന്ന് പറയുന്നു, മക്കളെ, നമ്മുടെ ഉമ്മ പച്ചപാവമാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലുകൾ ജീവനുണ്ടായിരിക്കെ കൊത്തിമുറിക്കുന്നുവെങ്കിൽ മോനെ, നമ്മുടെ വേദന എത്രയായിരിക്കും? അതിനേക്കാളും വലിയ വേദന നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. നമ്മ പ്രസവിക്കുമ്പോൾ മരണത്തെക്കാളും ശക്തിയാണ് പ്രസവ വേദന. ഈ ഇരിക്കുന്ന സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മ നമ്മ പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി സഹിച്ച വിഷമം കുറച്ചൊന്നുമല്ല സഹോദരങ്ങളെ. നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾ 10-20 ഞരമ്പുകൾ ജീവനുണ്ടായിരിക്കെ വലിച്ചെടുത്താൽ ബ്ലേഡ് കൊണ്ടുവന്ന് തൊലി മുറിച്ച് ആ തൊലി മുറിച്ച് ഞരമ്പുകൾ വലിച്ചെടുക്കുന്നുവെങ്കിൽ എന്റെ അനുജാ, നമ്മുടെ വേദന എത്രയായിരിക്കും മക്കളെ? അതിനേക്കാളും വലിയ വേദന. ഇതിന് ആയത്തുകൾ ഓതേണ്ടതില്ല, ചരിത്രമൊന്നും പറയേണ്ടതില്ല. ഇത് ഹക്കല്ല മക്കളെ. നമ്മുടെ ഉമ്മയുടെ വേദന, നമ്മുടെ എത്ര വേദന നമുക്കുണ്ട്, അതിനേക്കാളും വലിയ വേദനയാണ് നമ്മ പ്രസവിക്കുമ്പോൾ ഉമ്മ സഹിച്ചിട്ടുള്ളത്. ആ ഉമ്മയെ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതോ ഊരു ചുറ്റി നടക്കുന്ന തറവാട്ടിന് യോജിക്കാത്ത ഒരു ചെക്കന്റെ ചിരി കണ്ടപ്പോഴേക്കും ആ ഉമ്മയുടെ നെഞ്ചത്തെ മാറിടത്തിൽ ചവിട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നവൾ നന്ദി കെട്ടവളാണ്. നന്ദി കെട്ടവളാണ് മോളെ. അല്ലാഹു റബ്ബുൽ ആലമീൻ. ആരോട് നീ കളിക്കുന്നു മക്കളെ? ആരോടാണ് മോളെ നീ കളിക്കുന്നത്? നിന്റെ പൊന്നുമ്മയോടോ? നിന്റെ പാവപ്പെട്ട ഉപ്പയോടോ? നിനക്ക് വേണ്ടി ജീവിക്കുന്ന കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകളെ അല്ലാഹു ആകാശത്തിന്റെ ചുവട്ടിൽ പടച്ചിട്ടുണ്ട് മോളെ. ഒന്ന് നമ്മുടെ ഉമ്മയാണ്, മറ്റൊന്ന് നമ്മുടെ ഉപ്പയുമാണ്.
ഇതിൽ തർക്കമുണ്ടോ? ഇതിൽ തർക്കമുണ്ടോ? സാധാരണ ആളുകൾ തുറന്നു പറയാറുണ്ട്. അതുകൊണ്ടാ നബിത്തങ്ങൾ പറഞ്ഞു പോയത്, മാമിൽ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജത്തൻ മബ്റൂറാ. ഖാല റസൂലുള്ളാഹി. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലല്ലോ? തണുപ്പേറ്റ കൂടിയ നിങ്ങളൊക്കെ എന്തോ ഒരു തണുപ്പായിട്ടായിരിക്കണം. നിങ്ങൾ ഇവിടൊക്കെ എന്ത് ചൂടാണ്. നിങ്ങൾ ഗൂഡല്ലൂർ വരും, ഊട്ടി ഭാഗത്തൊക്കെ തണുപ്പ് കാണിച്ചാലാണ്. ഇവിടൊക്കെ എന്ത് ചൂട്. നിങ്ങൾ ഒരു മഴ പെയ്തപ്പോ നോക്കി ഈ രണ്ടെങ്കിലും ഇരിക്കണേ. നിങ്ങൾ ഉഷാറിരിക്കുക ബീവികളെ. അള്ളാഹു നല്ല ബറക്കത്ത് നൽകട്ടെ. മുന്നിരിക്കുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. സഹോദരങ്ങളിരിക്കുമ്പോൾ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഞാനിവിടെ പറയുന്നത്, മാമിൻ വലദിൻ യൻദുറു ഇലാ വാലിദൈഹി നദറ റഹ്മ. ഉമ്മയുടെ ഈ ഇരിക്കുന്ന നമ്മൾ പ്രസംഗിക്കുന്ന ഞാനടക്കമുള്ള നമ്മൾ എല്ലാവരും ഓർക്കണ്ട, നമ്മുടെ പൊന്നുമ്മയുടെ വാപ്പയുടെ മുഖത്ത് മുസ്ലിമീങ്ങളെ ഈമാനിന്റെ വെളിച്ചമുള്ളവന് തർക്കമില്ല, രണ്ടഭിപ്രായം പറയാനുമില്ല. മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷിപ്പിച്ച് റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കുന്നവല്ല ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നദറത്തിൻ ഹജ്ജത്തൻ മബ്റൂറാ. കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന അറഫാ മണ്ണിൽ ചെന്ന് 10-15 ലക്ഷം മുടക്കി കഴിഞ്ഞ കൊല്ലം തങ്ങൾ ഉസ്താദിനറിയാം 1.5 ലക്ഷം മുടക്കിയിട്ട് ഹജ്ജിന് പോയവർ കാസർഗോഡ് ജില്ലയിലുണ്ട്. 12 ലക്ഷം മുടക്കി പോയവരുണ്ട്. ആ 12 ലക്ഷം മുടക്കി 40 ദിവസം അറഫാ മിന മുസ്ദലിഫയിൽ ഇബാദത്തെടുത്ത് തിരിച്ചു വന്നാലും മബ്റൂറായ ഹജ്ജ് എന്ന് പറയാൻ പറ്റുമോ? ഉമ്മാനെ സന്തോഷിപ്പിച്ച്, പൊന്നുപ്പയെ സന്തോഷിപ്പിച്ച്, റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കുന്ന മക്കൾക്ക് മബ്റൂറായ ഹജ്ജ് ചെയ്ത പ്രതിഫലം മുഹമ്മദ് മുസ്തഫ. ഇതാണ് ദീൻ. അതാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. ഉമ്മ വല്ലാത്ത മഹദിയാണ്, നമ്മുടെ ഉപ്പ വല്ലാത്ത മഹാനാണ്. അള്ളാഹു നമുക്ക് നൽകിയ മഹാന്മാരാണ്. അവരവരുടെ ഉമ്മയും ഉപ്പയും ആ പദവി ചെറുതല്ല കുട്ടികളെ. പുതിയ തലമുറക്കറിയാതെ പോകുന്നുണ്ട്, പുതിയ തലമുറക്കറിയാതെ പോകുന്നുണ്ട്. ഫൗഖ കുല്ലി ഫുജൂരിൽ ഫുജൂർ. മഹാന്മാർ പഠിപ്പിക്കുന്ന ഫുളൈൽ ബിൻ ഇയാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുത്തുകൾ പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. ഫൗഖ കുല്ലി ഫുജൂരിൽ ഫുജൂർ ഹത്താ യഉഖ الرجل വാലിദൈഹി. ദീനിന്റെ പടയാളികളെ യഹ്റുമുൽ ഹജ്റു തുർഫത ഐൻ. കണ്ണടച്ച് തുറക്കുന്ന സമയം 1 മിനിറ്റ് വേണ്ട. കണ്ണടച്ച് തുറക്കുന്ന സമയം ഉമ്മയോടോ ഉപ്പയോടോ പിണങ്ങിപ്പോകുന്നത് ഹറാമാണ്. അതോടുകൂടെ ബത്വലത്തിൽ അഅ്മാൽ, നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നും മാത്രമല്ല, എന്റെ അനുജാ ഫൗഖ കുല്ലി ഫുജൂരിൽ ഫുജൂർ. എത്ര വലിയ വൃത്തികെട്ട വാക്കുണ്ടോ പ്രവൃത്തിയുണ്ടോ, അതിന്റെ മുകളിൽ ഒരു വൃത്തികെട്ട പദവും പ്രവൃത്തിയുമുണ്ട്. ഹത്താ യഉഖ الرجل വാലിദൈഹി. ഒരു കുട്ടിയെങ്ങാനും മാതാപിതാക്കളെ മനസ്സ് തട്ടുന്ന കരയിപ്പിക്കുന്ന ഒരു പദം പ്രയോഗിച്ചാൽ ഇതിലും വലിയ വൃത്തികെട്ട പദം ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലാഹു പടച്ചിട്ടില്ല. ബുക്കാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ ഒരു തുള്ളി കണ്ണീരൊടുപ്പിക്കുക എന്നുള്ളത് അത് വന്തോഷത്തിൽപ്പെട്ടതാണ്. മിൻ അക്ബറിൽ കബായിർ, എന്റെ കുട്ടികളെ വന്തോഷത്തിൽപ്പെട്ടതാണ്. ഈ വഅദ് പറയുന്ന മുസ്ലിയാരുടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എപ്പോഴെങ്കിലും എന്റെ പൊന്നുമ്മയുടെ കണ്ണിൽ ഒരു തുള്ളി വെള്ളം മുടുകിയാൽ അത് വന്തോഷത്തിൽപ്പെട്ടതാണ്. അതിന്റെ ശിക്ഷ കഠിനമാണെന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. എത്ര വലിയ തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിലും, എത്ര വലിയ തെറ്റ് ചെയ്ത മനുഷ്യനും ആ മനുഷ്യൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷകൾ അല്ലാഹ്
അല്ലാഹു ആഖിറത്തിലേക്ക് നീട്ടിവെക്കാം. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, ഉമ്മയോട് കളിച്ച മക്കളൊടിച്ച്, വാപ്പയെ തൊട്ട് കളിച്ച കുട്ടികളൊടിച്ച്, ഫഇന്നല്ലാഹ ലയുഅജ്ജിലുഹു ഫിൽ ഹയാതി ഖബലൽ മമാത്. ഈമാനുള്ള മക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന അനുജന്മാരെ, ഉമ്മ ഉപ്പ ആ രണ്ട് മുത്തുകളെ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ട് അണച്ചുകൂട്ടി പൊരുത്തപ്പെടിക്കാത്ത മക്കളുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് പള്ളിക്കാട്ടിലെ ശിക്ഷ കഠിനമാണ്, ആഖിറത്തിലേത് പറയേണ്ടതില്ല. പക്ഷേ ഫിൽ ഹയാതി ഖബലൽ മമാത്, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ചവന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടോ മരിപ്പിക്കൂ. അവൻ എവിടെ ചെന്നാലും, ഗൾഫിൽ പോയാൽ, നാട്ടിലാണെങ്കിലും, ഇവിടെ ഒരു കച്ചവടം തുടങ്ങിയാലും, എവിടെ ചെന്നാലും അല്ലാഹു ബറക്കത്ത് കൊടുക്കില്ല, ഐശ്വര്യം കൊടുക്കുകയില്ല. ഹമ്മൽ ലാ യൻഖതിഉ അൻഹു അബദാ, മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങൾ സക്കറാത്തിന്റെ ഘട്ടം എത്തുന്നത് വരെ എത്തിയാലോ പള്ളിക്കാട്ടിൽ അദാബ് പറയേണ്ടതുമില്ല. ഉമ്മയോടോ വാപ്പയോടോ ഒരു ചെറിയ വിധേന അകന്നുപോയാൽ മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങൾ. ഇത് ദീൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു മുവഫഖായ കുട്ടിയെ ഇരുത്തിയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് ഉള്ളു തുറന്ന് സംസാരിക്കുകയാണ്. ജീവിതം വേണോ? പള്ളിപ്പറമ്പിലുള്ളതല്ല. മരിക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷം വേണോ? ആ മുത്തുകളെ സന്തോഷിപ്പിച്ച് മതിയാകും. ആ പാവങ്ങളെ വേദനിപ്പിച്ച്, ആ പാവങ്ങളെ കണ്ണീരിൽ കുളിപ്പിച്ച് ചാടിപ്പോകുന്ന പെൺകുട്ടികളെന്ന് വെറുതെ വിടൂ. മാത്രമല്ല, മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് 20 ലക്ഷം മുടക്കി പഠിപ്പിച്ചു ഉപ്പരുമോനെ, 40 ലക്ഷം മുടക്കി പഠിപ്പിച്ചൊരു മകനെ അവനൊരു വേഷപ്പെണ്ണമായി വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്റെ ആൺകുട്ടികളെ, ആൺമക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, മക്കളെ, മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് ഒരു വേഷപ്പെണ്ണ് ഒരു പെണ്ണിന് വേണ്ടി മാതാപിതാക്കളെ വേദനിപ്പിക്കുകയോ അവരുടെ വാക്ക് തള്ളുകയോ ചെയ്യുന്നുവെങ്കിൽ ആ ജീവിതം മതി മോനെ നിന്റെ അദാബിനുള്ള എല്ലാ വഴികൾക്കും. നാശത്തിലേക്കുള്ള വഴി, അപകടത്തിലേക്കുള്ള വഴി. മാതാപിതാക്കളോട് കളിക്കരുത്. പക്ഷേ ഇതാരോട് പറയാ, എവിടെ പറയാ? ഞാനിപ്പോ എന്തിനാണ് ഒന്ന് ലഹരിയിലേക്കൊന്ന് തോണ്ടി, ചാടിപ്പോക്കലേക്ക് ഇങ്ങോട്ടൊന്ന് തോണ്ടി? എന്തിനാണ് ഈ 1 ലക്ഷം വെച്ചാ ഞാൻ പ്രസംഗിക്കുന്നത്? ഞാൻ കുറെ അകലന്ന് വരിക. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അല്ലാഹു നമ്മുടെ ഖബറിലൊക്കെ സന്തോഷം നൽകുമാറാവട്ടെ. ഞാൻ ഈ 2 ഭാഗത്തേക്ക് തോണ്ടി പറയുമ്പോ ചില ആളുകൾ നമ്മുടെ നാടുകളും എത്തുന്നു എന്ന് കേൾക്കുന്നു. പക്ഷേ ഇതൊരു ബറക്കത്തുള്ള ജില്ലയാണ്. മലപ്പുറം ജില്ല എത്രയോ മൂമിനികൾ, ഇരട്ടി 10 മൂമിനികളുള്ള നാട്. പക്ഷെ അതിനേക്കാളും മഹബത്തിന്റെ മണ്ണാണ് ഈ മണ്ണ്. കാസർഗോഡ് ജില്ല ഒരു വലിയ ബറക്കത്തുള്ള മണ്ണാണ്. നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ച്, ഭാര്യമാരെ ചതിച്ച്, മറ്റു പെൺകുട്ടികളോട് വാട്സപ്പിലൂടെയും മറ്റും കുശലം പറയുന്ന ആൺകുട്ടികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഭാര്യമാരെ ചതിക്കരുത് മുസ്ലിമീങ്ങൾ. ഭാര്യ നമ്മുടെ എല്ലാമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ ഭാര്യമാരെ വഞ്ചിക്കുന്ന പുരുഷന്മാരുണ്ട്. പുരുഷന്മാരെ ചതിക്കുന്ന ഭർത്താവരെ വഞ്ചിക്കുന്ന ഭാര്യയും. എവിടെയാണ് മുസ്ലിമീങ്ങളുടെ ജീവിതം? അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഈ മണ്ണിൽ നമുക്കൊരു സന്തോഷം അല്ല തരൂ. നിങ്ങൾ പറയും, നമ്മളെ ഭാര്യയ്ക്ക് വേറെ ചെക്കനോട് ബന്ധമുണ്ടെന്ന് കേട്ടാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയല്ലാത്ത വേറൊരു പെണ്ണിനോട് ബന്ധമുണ്ടെന്ന് നമ്മുടെ ഭാര്യ അറിഞ്ഞാൽ അതൊരു ഭൂമിയിലെ നരകമായി തീരും. അതൊരു വല്ലാത്ത നരകമാണ്. ജീവിതം നശിച്ചു പോകും. പക്ഷെ എന്താ നോക്കൂ നിങ്ങൾ, ഞാനിവിടെ പറയുന്നത് ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാർ,
ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഭാര്യമാർ പെരുകിക്കൊണ്ടിരിക്കുമ്പോ എവിടെയാണ് പടച്ച റബ്ബിന്റെ റിള, എവിടെയാണ് മക്കളെ റബ്ബിന്റെ പൊരുത്തം നമുക്ക് കിട്ടുക? വല്ലാത്ത മലീമസമായൊരു ചുറ്റുപാട്, മലീമസമായൊരു ചുറ്റുപാട്. മലപ്പുറം ജില്ലയിൽ 3 കുട്ടികൾ ഒരു പെണ്ണ് ചാടിപ്പോയി. ഞാനത് പ്രസംഗിച്ചപ്പോ, ഞാൻ 3 കുട്ടികൾ പറഞ്ഞപ്പോ ഒരാൾ എന്നോട് പറയാ, ഉസ്താദെ 4 മക്കൾ ഒരുത്തി ഇവിടെയും ചാടിപ്പോയിട്ടുണ്ട്. ഒരു പ്രശ്നേ ഇല്ലല്ലോ, 4 മക്കൾ ഇവിടൊക്കെ ചാടിപ്പോക്ക് തുടങ്ങിയിട്ടുണ്ട്. ഹബീബിങ്ങൾ നിങ്ങൾ 3 കൂടി തരും, അത് നല്ലൊരു ബാലയാണ്. ഇവിടെ ആ സാഹചര്യം അത് ചോദിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ വന്നു, ഭക്ഷണം കഴിച്ചു, നേരെ തങ്ങളാപ്പ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു. ഈ 3 ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കണ്ടല്ല, ഒന്ന് കൂടി തരുന്നത്. അപ്പോ അൽഹംദുലില്ലാ നിങ്ങൾ ഉണർത്തി തന്ന നല്ല അവസ്ഥകളെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് നോക്കൂ, നിങ്ങൾ 4 കുട്ടികളുടെ ഒരു പെണ്ണ് ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഒരു നല്ല ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലാണ്. ആ ചെറുപ്പക്കാരൻ രാത്രി ഒരു കുഞ്ഞിനെ അല്ല കൊടുത്തിട്ടുണ്ട്. ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ അവിടെ ചോദിക്കാണ്, എത്ര എന്നെ ഫ്രീ ആക്കി തരുമോ, എന്നെ ഫ്രീ ആക്കി തരുമോ? അപ്പൊ എന്ത് വെച്ചപ്പോ എന്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, നാളെ ഞങ്ങൾ ഇങ്ങനെ ഒരു വഴിക്ക് പോവുകയാണ്. ഹബീബി നമ്മളെ പെണ്ണേ, നിങ്ങൾക്ക് മനസ്സിലാണില്ല പറഞ്ഞു, രാത്രി ഇങ്ങനെ കിടക്കുമ്പോ ഒന്ന് ഫ്രീ ആക്കി തരുമോ വെച്ചാൽ അല്ല കാക്കട്ടെ, നിങ്ങൾ ആമീൻ പൊന്തലില്ലല്ല, അള്ളാഹു കാക്കട്ടെ. താങ്കളപ്പോ അവർക്ക് തിരിണില്ല, ഞാൻ പറയണേട്ടാ, ഇവരാമീൻ പൊന്തണില്ല. ഈ കുട്ടിയുടെ ചെറുപ്പക്കാരനോടെ എന്നൊന്ന് ഫ്രീ ആക്കി തരുമോ? അപ്പൊ ചോദിച്ചപ്പോ ഒരു ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പെണ്ണ് പറയാ, നാളെ എന്റെ കൂട്ടുകാരൊക്കെ വരും, ഞങ്ങളൊരു വഴിക്ക് പോവുകയാണ്. അപ്പൊ ഇവൻ ചോദിച്ചു, നമ്മുടെ കുഞ്ഞിനെ എനിക്ക് വേണ്ട. ഇന്നത്തെ പെൺകുട്ടികളുടെ അവസ്ഥയപ്പത്. ഇപ്പൊ മറ്റു പല ജില്ലകളിലും പെൺകുട്ടികൾക്ക് പുതിയാപ്പിള വേണ്ടത്ര, പുതിയാപ്പിളന്നെ ആവശ്യമല്ല. കാസർഗോഡ് എത്തിയിട്ടില്ല. ഈ 3 മുണ്ടനല്ലോ നോക്കുകയാണെങ്കിൽ ഇവര് ദേഷ്യപ്പെട്ട് വെക്കണ്ടല്ല. കാസർഗോഡ് പെൺകുട്ടികളെ ആവശ്യം, പെൺകുട്ടികൾക്ക് പുതിയാപ്പിള ആവശ്യമില്ലാത്ത സഹോദരങ്ങളെ, എന്താ അവസ്ഥകൾ ആലോചിച്ചു നോക്കൂ. അപ്പോ നേരം പെടുത്തു, ഇത് കേൾക്കി, നേരം പെടുത്തു. ഒരുത്തൻ ബൈക്കിൽ വന്ന് വീട്ടിന്റെ മുൻഭാഗത്ത് നിൽക്കുന്നു. അപ്പൊ ഈ പെണ്ണെ സ്വന്തം പുതിയാപ്പിളയോട്, സ്വന്തം ഭർത്താവിനോട്, ഞാൻ പോട്ടട്ടാ, ഒന്നും വിചാരിക്കണ്ട, പാറ പോലെ തരിച്ചു നിൽക്കിയ പുതിയാപ്പിള. എന്നിട്ട് അവന്റെ അരികിൽ അവൻ നോക്കി നിൽക്കുക, വേറൊരു ചെക്കന്റെ കൂടെ സ്വന്തം ഭാര്യ അവന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്ന കാഴ്ച. ഇതിവിടെ മലയാള മണ്ണിൽ നടക്കുക, പ്രസംഗിക്കാനൊക്കെ എളുപ്പമുണ്ട്. അങ്ങനെ സംഭവിച്ചോക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ, അല്ലാഹ് കാക്കട്ടെ. എന്താണ് ഈ അവസ്ഥകളൊക്കെ, എന്താണ് സ്ഥിതിഗതികൾ ഓർത്തു നോക്കൂ. യാതൊരു പ്രശ്നവുമില്ല, ചാടിപ്പോക്കിന് എന്തെങ്കിലും വിഷമുണ്ടോ, വല്ല വിഷയമുണ്ടോ? നഊദു ബില്ലാഹ്. എന്റെ ഓർമ്മയിൽ ഗൾഫ് നാടുകൾ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടൊരു മനുഷ്യൻ, ഞാൻ പറഞ്ഞാൽ തങ്ങൾ ഉസ്താദിനറിയാം, തങ്ങളാപ്പയുടെയൊക്കെ തങ്ങളാപ്പാക്കൊക്കെ തങ്ങളെ ഉസ്താദിനെ കുറിച്ചൊരു മൽജായിക്കിരുന്നവർ തന്നെയാണ് ആ പ്രവർത്തകരും. രാവിലെ 5:30 മണിക്ക് കട തുറക്കുന്ന ബൂഫിയ കഫ്തേരിയ എന്നൊക്കെ പറയില്ല ഗൾഫില്, ആ പെട്ടിക്കട തുറന്നിട്ട് ഉച്ചക്ക് 2 മണിക്കടക്കും, 4 മണിക്ക് തുറക്കും, രാത്രി 2 മണി വരെ. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ ഒരു ദിവസം താമസിച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ രൂപത്തിൽ കഷ്ടപ്പെടുന്നത്? ഇയാള് രാത്രി 2:30 മണിക്ക് കടയടച്ചിട്ട് 2 കുബ്ബൂസുമായി വരും, കറിക്ക് തുടക്കം കുറിക്കും, നിസ്കാരം നിർവഹിക്കുന്നു, ഹദ്ദാദ് നിർവഹിക്കുന്നു. 2:30-3 മണിക്കാണ് സാധു രാത്രി ഭക്ഷണം കഴിക്കുന്നത്. 5 മണിക്ക് എഴുന്നേൽക്കും, നിസ്കാരം കഴിഞ്ഞിട്ട് 5:30-ക്ക് കട തുറക്കും. ഞാൻ അയാളുടെ ത്യാഗം കണ്ടപ്പോ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത്? അപ്പൊ ഈ സാധുവിനോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഭാര്യ പച്ചപാപമാണ്, അല്ലാഹു തആല അവളുടെ 3-4 മക്കളെയും തന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒരു വാടക വീട്ടിലാ താമസിക്കുന്നത്, ഞാനൊരു വാടക മുറിയിലാ താമസിക്കുന്നത്. എന്റെ മക്കൾ, എന്റെ കുട്ടികൾ, അപ്പൊ അവർക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് ഈ 18-20 മണിക്കൂർ കഷ്ടപ്പെട്ട് ഞാനൊരു കൊച്ചു വീടുണ്ടാക്കിയിട്ടുണ്ട്. വീടുദ്ഘാടനം അടുത്തിട്ടുണ്ട്, ഞാൻ പോകുന്നുണ്ട് ഉസ്താദേ നാട്ടിലേക്ക്.
സഹോദരങ്ങളെ, അയാൾ നാട്ടിൽ വന്നു. കോഴിക്കോട് എയർപോർട്ടിൽ ഇത്തിഫാക്കൽ കണ്ടുമുട്ടി. ഞാനും അദ്ദേഹം ഇത്തിഫാക്കൽ കണ്ടുമുട്ടി. ഞാൻ ചോദിച്ചു, അൽഹംദുലില്ലാഹ്, ആരൊക്കെ പുറത്ത് നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടാവും? ഇയാൾ എന്നോട് പറയുക, ഉസ്താദേ, ഉമ്മയും ബാപ്പയും പള്ളിക്കാട്ടിലാണ്, അവര് വരാനില്ലല്ലോ. പിന്നെ എന്റെ 2 പെങ്ങന്മാര് ചിലപ്പോ വരും. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊരു പ്രശ്നം ഉണ്ടാകും. പിന്നെ അയാൾ പറയാ, എന്റെ ഭാര്യ 4 കുട്ടികൾ, അവരവിടെ വന്നിട്ടുണ്ടാവും. ഈ മനുഷ്യൻ സംസാരിച്ചങ്ങനെ പുറത്തു വരുമ്പോ ഭാര്യയെ കാണുന്നില്ല. 4 മക്കളുണ്ട്. മൂത്ത മകളോട് ഈ മനുഷ്യൻ ചോദിച്ചു, ഉമ്മ എവിടെയാണ്? അതൊരു വേദനയുടെ വിളിനാണ്. ഉമ്മ അത ഭാര്യയെ കുറിച്ചാ ചോദിക്കുന്നു, ഉമ്മ എവിടെയാ? മൂത്ത മകളുടെ മറുപടി, ഉപ്പാ, ഉമ്മ ഇന്നലെ ഇന്ന വ്യക്തിയുടെ കൂടെ ചാടിപ്പോയി. നന്ദി കെട്ടപ്പോൾ ആ മനുഷ്യൻ ഗൾഫ് നാടുകളിൽ പ്രവാസ ലോകത്ത് 20 മണിക്കൂറോളം കഷ്ടപ്പെട്ട് ആ പെണ്ണിന് വേണ്ടി ഒരു വീട് വെച്ചു കൊടുത്ത് തുടക്കം കുറിക്കാൻ വേണ്ടി നാട്ടിൽ വന്നപ്പോഴേക്കും ഏതോ ഒരുത്തന്റെ ചിരി കണ്ട് ചാടിപ്പോയ നന്ദി കെട്ടവൾ. എവിടെയാണ് സഹോദരങ്ങളെ സമാധാനമുള്ളത്? ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന എത്രയെത്ര പാവങ്ങൾ ഈ ഭാര്യ മക്കൾക്ക് വേണ്ടി ഊണുമുറക്കുമില്ലാതെ എന്റെ വഅദ് കേൾക്കുന്ന പെങ്ങളെ, നിനക്ക് ഉണ്ടാക്കി തന്ന വീട്ടിൽ എത്ര ബാത്റൂം ഉണ്ട് മോളെ? നിന്റെ ഭർത്താവ് നിനക്ക് വെച്ച് തന്ന വീട്ടിൽ എത്ര ബാത്റൂം ഉണ്ട്? പറയൂ മോളെ, പറയൂ പെങ്ങളെ. ചുരുങ്ങിയത് 2-3 ബാത്റൂമെങ്കിലും ഇല്ലേ? നിന്റെ ഭർത്താവ് ഗൾഫിൽ കഷ്ടപ്പെടുന്ന താമസിക്കുന്ന റൂമിൽ 4-5 ആളുകളുടെ റൂമിൽ ഒരു ബാത്റൂമാണ്. ഒരു സ്വന്തമായി സന്തോഷത്തോട് കുളിക്കാനോ ഒരു ബാത്റൂമിൽ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ നിനക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിച്ച് കഷ്ടപ്പെടുന്ന ആ പ്രവാസിയായ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഭൂമിയിലുണ്ട് എന്നതും ഓർക്കേണ്ടതുണ്ട്. ഒരുപാട് ചതിക്കുന്ന പെൺകുട്ടികൾ. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിലൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. 10 മണിന്റെ അപ്പുറം പോകരുതെന്നാ തങ്ങളാപ്പ എഴുത്തമ്മ. അല്ലോ, എന്ത് പറ്റിപ്പത്? എന്നിട്ട് എവിടെ നമ്മളെ അമീർ സാഹിബിന്റെ ജ്യേഷ്ഠ ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി കുറെ ഇരുത്തിയിട്ട്, നിങ്ങളെന്ത് മനുഷ്യനാ, ഞങ്ങൾ എപ്പ വന്ന് ഇപ്പൊ നോക്കി നിങ്ങള് 9:30 മണിയായില്ല, ഞാൻ വിഷയത്തേക്ക് എത്തിയിട്ട് തന്നെ ഇല്ല. ഞാൻ നിർത്തട്ടോ, നിങ്ങൾ പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് ഞാൻ ബുദ്ധിമുട്ടിക്കൂല. ഞാൻ ഓർത്തില്ല കേട്ടാ. കാസർഗോഡൊക്കെ 10 അടിയാ, ഇവിടെ 10-12 ഒരു വാദം. നിയമത്തെ നമ്മൾ അംഗീകരിക്കണം. അത് പോലീസിന്റെ അറിയിപ്പാണ്. അപ്പൊ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ നീട്ടില്ല ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, ഭർത്താക്കന്മാരുടെ മഹത്വം തിരിയാതെ സ്ത്രീകൾ വയലാക്കണ്ട ഇല്ലേ? സ്ത്രീകൾ വയലാക്കണ്ട. ഒന്ന് ഓരോന്ന് 2 വാക്ക് പറയണ്ടേ? പിന്നെ ഇതൊക്കെ പറഞ്ഞത് ആരോടാന്ന് ചോദിക്കണ്ടെങ്കിൽ അവരോട് തന്നെയാണ്, നമ്മളുമാണ് ഓർക്കുക. ഭർത്താക്കന്മാരുടെ മഹത്വം തിരിയാത്ത കുറെ പെൺകുട്ടികളുണ്ട് ഇപ്പോൾ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മോളെ ഫാത്തിമ, നാളെ മുതൽ നിങ്ങളുടെ ജീവിതം കിടക്കുന്നത് അലിയാർ തങ്ങളുടെ അരികിലാകുന്നു. നിങ്ങളുടെ സ്വർഗം അലിയാർ തങ്ങളുടെ ചാരത്താകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, മോളെ ആയിഷ, നാളെ മുതൽ നിങ്ങളുടെ സ്വർഗം അത് ഭർത്താവ്, എല്ലാം നമ്മുടെ ജീവിതം, നമ്മുടെ സ്വർഗം, നമ്മുടെ എല്ലാം നമ്മുടെ ഭർത്താവാകുന്നു എന്ന് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ, ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, പുതിയ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, അയാൾക്ക് തന്നെ 4-5 കുട്ടികളുണ്ട്, അയാൾക്ക് 4-5 മക്കളുണ്ട്, എന്നിട്ട് പോലും ഒരു ചിരി കാണുമ്പോഴേക്കും ഭർത്താവിനെ വലിച്ചെറിഞ്ഞ് മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സഹോദരിമാരെ, ഇവിടെയുള്ളതല്ല എന്റെ പെങ്ങന്മാർ, അത് ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇവിടെയുള്ള സഹോദരിമാർ പാവങ്ങളാണ്.
അവർ ദീനിന്റെ അഖിലുകാരാണ്. ഞാൻ എന്റെ പെങ്ങളോട് പറയുന്ന സഹോദരി, ഭർത്താവിനെ കുറിച്ച് തിരിയാതെ പോകുന്ന സ്ത്രീകളുണ്ട്. ഭർത്താവെന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളെ, ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചീഞ്ചലം കൈകൊണ്ട് വടിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാലും ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളിൽ നിന്ന് അല്പം ഞാൻ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ ഏത് പെൺകുട്ടിക്കാട് സാധിക്കുക? ഇല്ല പെങ്ങളെ, അത്രയും വലിയ കടപ്പെട്ടവരാണ് ഭർത്താക്കന്മാർ. ഭർത്താക്കന്മാരുടെ മഹത്വം തിരിയാതെ പോകുന്ന സ്ത്രീകൾ കാസർഗോഡ് ജില്ലയിലും ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് പെങ്ങളെ. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാമാണ്. നമ്മുടെ മക്കളുടെ ഉപ്പയാണെന്ന് ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം, നമ്മുടെ സ്വർഗം കിടക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഒരു പെണ്ണിന് ഏറ്റവും വലുത്, ഏറ്റവും വലിയ കടപ്പെട്ടവർ ആരാണ് നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ഖാല സൗജുഹാ. ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അവരുടെ മഹത്വം നമ്മൾ പറഞ്ഞു. എന്നാലും ഒരു പെണ്ണിന് ഏറ്റവും വലിയ കടപ്പെട്ടവർ അത് ഭർത്താവാകുന്നു. ഇത് തിരിയാതെ പോകുന്ന മുസ്ലിം ഉമ്മത്തിൽ പെൺകുട്ടികളുണ്ട്. ഭർത്താക്കന്മാർ ആരാണെന്ന് സഹോദരിമാരെ നിങ്ങൾ വിലയിരുത്തണം. ഭർത്താവിനെ കുറിച്ചൊന്ന് പഠിക്കണം. ഭർത്താവുമായി അൽഹംദുലില്ലാഹ്, ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 2 നിലയുള്ള വീടുണ്ട്. എന്റെ സഹോദരി, മുകളിൽ താമസിക്കുന്നത് സ്വന്തം മകളും പുതിയാപ്പിളയുമാണ്. താഴെ താമസിക്കുന്നു ഉമ്മയും ഉപ്പയും. മരണത്തോടെ മല്ലിടും വിധത്തിൽ രോഗിയായി കിടക്കുന്ന ഉപ്പ. ഇത് എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത്. അല്ലയോ പെങ്ങളെ, രോഗിയായി കിടക്കുന്ന ഉപ്പ പറയുന്നു, മോളെ, മുകളിൽ ഇരിക്കുന്ന മോളെ വിളിക്കുന്നു, മോളെയൊന്ന് കാണണം. ഉമ്മ ചെന്നിട്ട് പറഞ്ഞു, മോളെ, നിന്റെ ഉപ്പാക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്, ഒന്ന് താഴോട്ട് വാ. ആ പെൺകുട്ടി പറഞ്ഞു, ഉമ്മ, ഭർത്താവ് വന്നിട്ട്, നിങ്ങളുടെ പുതിയാപ്പിള വന്നിട്ട് ചോദിച്ചിട്ട് ഞാൻ വരാം താഴോട്ട്. പെങ്ങളെ, ആ ഉപ്പ ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവരും തടിച്ചുകൂടുന്നു, ദിക്റുകൾ ചൊല്ലുന്നു. മുകളിൽ ആ പെൺകുട്ടി കണ്ണീരൊടുക്കിയിരിക്കുന്നു. കാരണം ഭർത്താവ് എത്തിയിട്ടില്ല ചോദിക്കാൻ. സ്വന്തം സഹോദരൻ കോണിപ്പടി കാരിച്ചെന്നിട്ട് പറഞ്ഞു, പെങ്ങളെ, നാം 2 പേരുടെയും ബാപ്പയാണ് മരിച്ചിട്ടുള്ളത്. ഉപ്പാക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു, പക്ഷേ കാണാൻ പറ്റിയില്ലല്ലോ, കാണാൻ സാധിച്ചില്ലല്ലോ, മരിച്ചു. ആ വാപ്പയുടെ ജനാസ എടുക്കൽ പോകുന്നു, ആ വാപ്പയുടെ ജനാസ എടുക്കൽ പോകുന്നു. അതുകൊണ്ട് ഉപ്പാന്റെ മുഖം അവസാന നിമിഷം ഒരു നോക്ക് കാണാൻ താഴോട്ടൊന്ന് വന്നുകൂടെ? ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ, നബി തങ്ങളിലേക്ക് ആ പെൺകുട്ടി കുട്ടികളെ വിടുന്നു. നബിയേ, എന്റെ ഉപ്പയാണ് മരിച്ചു കിടക്കുന്നത്, ഭർത്താവ് വന്നിട്ടുമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോളെ, ഭർത്താവ് വന്നിട്ട് ചോദിച്ചിട്ട് പോകാം. ആ പെൺകുട്ടി താഴോട്ട് വന്നില്ല. ഉപ്പയുടെ ജനാസ കൊണ്ടുപോകുന്നു. വാപ്പയുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ ജനവാതിലങ്ങ് തുറന്നു വെച്ച്, ഉപ്പാ വാ അബത്താ, ഉപ്പാ എന്ന് വിളിച്ചിട്ട് പറയുന്ന ആ പെൺകുട്ടി, നാളെ എന്റെ കല്യാണമാണ് എങ്കിൽ ഇന്ന് രാത്രി ഉപ്പ എന്നോട് പറഞ്ഞില്ലേ, മോളെ, നാളെ മുതൽ നിന്റെ സ്വർഗം കിടക്കുന്നത് ഭർത്താവിന്റെ അരികിലാണെന്ന് വാപ്പ എന്നോട് പറഞ്ഞു. ഉപ്പ ഭർത്താവ് പറയാതെ, ഭർത്താവിനോട് ചോദിക്കാതെ എങ്ങോട്ടും പോകരുതെന്ന് ഉപ്പയല്ലേ പറഞ്ഞത്? ആ പെൺകുട്ടി കണ്ണീരൊടുക്കുന്നു. ഉപ്പാന്റെ ജനാസ കൊണ്ടുപോയി നിസ്കാരം കടന്ന്
ഖബറടക്കുന്ന സമയം അൽഹംദുലില്ലാഹ് ആയിരക്കണക്കായ മലായികത്ത് ഞാൻ കൊണ്ടുപോകാം ആ മനുഷ്യന്റെ റൂഹിന് വേണ്ടി തർക്കിക്കുമ്പോൾ യഖൂലു ബഅദുഹും ബഅദാ മറ്റു പരമമഹാന്മാർ മലായികത്ത് പരസ്പരം പറയുന്നു ഞാൻ കൊണ്ടുപോകാം. എന്താണ് ഈ മനുഷ്യൻ ചെയ്ത നന്മ? ഒരു ഭർത്താവിനെ പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ വളർത്തിയ ഉപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് മുസ്ലിമീങ്ങളെ, ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും വലുത് അത് ഭർത്താവ് തന്നെയാണ്. ഭർത്താക്കന്മാരെ ധിക്കരിക്കരുത്, ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ ചെറുതാക്കരുത്, ഭർത്താക്കന്മാരെ പരിഹസിക്കരുത്. ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ആ പെൺകുട്ടിക്ക് അല്ലാഹു ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന ശിക്ഷ കഠിനമാണ് പെങ്ങളെ. എനിക്ക് സമയമില്ല പറയാൻ, ഞാൻ എന്റെ പെങ്ങളോട് ഒന്ന് തുറന്നു പറയുന്നു. നമ്മുടെ സ്ത്രീകളുടെ അരികിലേക്ക് ബക്കറ്റ് ഇട്ട് വരുന്ന സമയമില്ലാത്തതുകൊണ്ട് പ്രവർത്തകരൊക്കെ എല്ലാരും നല്ല പൈസ കൊടുക്കട്ട. തങ്ങളാപ്പ എന്നോട് പറഞ്ഞേ ഇവിടെ കറണ്ട് പോയൊരു ജനറേറ്റ് ഇല്ല എന്ന് ഇവര് പറയണ്ടേ. തങ്ങളാപ്പ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അത് കിട്ടും ചെയ്യും. ആ നാവിന് അങ്ങനത്തെ ഒരു തോപ്പിക്കല്ല കൊടുത്തു. പക്ഷെ എന്നോട് പറഞ്ഞാൽ പിന്നെ എനിക്ക് ആ ബറക്കത്ത് കിട്ടാൻ ഞാൻ പറഞ്ഞതാണ്. ഒരു ജനറേറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കൂടി ഒരു ജനറേറ്റ് ആയിക്കോട്ടെ പള്ളിക്ക്. അല്ലോ നമ്മളെ പള്ളി മദ്രസക്ക് ഒരു അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മളൊന്ന് ചിന്തിക്കിട്ട, നമ്മളെ പള്ളിക്ക് ഒരു ജനറേറ്റ് വാങ്ങാൻ നമ്മള് നാട്ടുകാരൊക്കെ ഒന്ന് കൂടിയാല് കഴിയോ ഇല്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അൽഹംദുലില്ലാഹ് ഒരു നല്ല അവസരമാണ്. ഇനി ഇപ്പത്തെ ചുറ്റുപാടൊക്കെ അറിയല്ലോ, കറണ്ട് എപ്പോഴും കിട്ടൂല, പെട്ടെന്ന് പോയിട്ടും സാഹചര്യങ്ങളൊക്കെ. ഞങ്ങളവിടെ കുറച്ച് ചൂടും കൂടുതലായിരിക്കും, കാസർഗോഡ് കുറച്ച് ചൂടും കൂടുതലാണ്. അപ്പൊ നിങ്ങളൊരു ജനറേറ്റർ ഒന്ന് വാങ്ങിയാലേ ഇൻഷാ അല്ലാഹ് ഞാൻ ബാഗ് നിർത്തുകയാണ്. ഞാൻ അങ്ങനെ ബാഗ് നീട്ടുന്നില്ല. 10 മണിയോടെ ഇൻഷാ അല്ലാഹ് എല്ലാം നിർത്തി. ഞാൻ ഒരു 9:50 നിർത്താം. തങ്ങളുസ്ഥാനെ കൊണ്ട് നല്ലൊരു ദുആ നടത്തിപ്പിക്കുക, നമുക്കാണ് പിരിഞ്ഞുപോകും ചെയ്യാം. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. ഭർത്താക്കന്മാരുടെ മഹത്വം തിരിയാതെ പോകുന്ന പെൺകുട്ടികളുണ്ട്. എന്നാൽ എന്റെ അനുജന്മാരെ, ഒരു കാര്യം മൂടിവെച്ചത് കൊണ്ടായില്ല, ഭാര്യമാരുടെ മഹത്വം തിരിയാത്ത പുരുഷന്മാരുമുണ്ട്. ഭാര്യമാരാരാണെന്ന് എന്റെ അനുജാ, അല്ലാഹു നമുക്ക് നൽകിയ പെണ്ണുണ്ടല്ലോ, നമ്മുടെ കുട്ടികളുടെ ഉമ്മയാണത്, നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. കുട്ടികളുടെ ഉമ്മയായ ഭാര്യമാരെ വേദനിപ്പിക്കുന്നവരും അടിക്കുന്നവരും ഭാര്യമാരോട് മിണ്ടാതെ നടക്കുന്നവർ. ഇന്നലെ കണ്ണൂരിൽ പോയപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, എന്റെ മകൾക്ക് 7 മാസമായി വിശേഷമുണ്ട്. ആ മകളോട് തെറ്റിപ്പോയ പുതിയാപ്പള 7 മാസമായിട്ട് അവിടെ അരികിലേക്ക് വന്നില്ല, അവിടെ മുഖത്ത് നോക്കിയിട്ടില്ല, അവൾ ഫോൺ ചെയ്താൽ എടുക്കാറുമില്ല. നന്ദി കെട്ട ചില പുരുഷന്മാരുണ്ട്, ഇത് പറയാതിരിക്കാൻ പറ്റൂല. ഭാര്യമാരുടെ മഹത്വം തിരിയാത്ത കുറെ മനുഷ്യന്മാരുണ്ട്. ഭാര്യമാർ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്താണ്, ബറക്കത്താണ്, ഐശ്വര്യമാണ്. ഭാര്യമാരെ അടിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ വിഷമിപ്പിക്കരുത്. അസ്സൗജു മുഅദ്ദബുൻ ബിബുകാഇ സൗജതിഹി അലൈഹി. ഒരു ഭർത്താവിന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുസൽമാൻ നമ്മുടെ ഭാര്യയെങ്ങാനും കരഞ്ഞുപോയാൽ നമുക്കുള്ള ശിക്ഷ. മൈക്ക് ഓഫാക്കി പറയണം. എന്താ നിങ്ങളെ ഹാല്? ലൈറ്റ് ഓഫാക്കി ഇയാൾ നമ്മളെ പഴയ ചങ്ങായ. പക്ഷെ ആള് ആ ലൈറ്റ് ഓഫാക്കിയപ്പോ സ്നേഹമൊക്കെ പോയി. എത്ര വലിയ മുഹിബാണ് ആ സാധനം എന്നറിയാം. ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞപ്പോ മുഖം ഇങ്ങനെ കാണേണ്ടത്. ഇത്രയും മനുഷ്യന്മാരെ സ്നേഹമുള്ളൂ എന്ന് നമ്മളെ അതാണല്ലേ. അല്ലോ ഇനി ഞാൻ പറയാൻ പോയി, ബാലനോടത്ത് ലൈവ് തന്നെ വേണ്ടെന്ന് നമ്മൾ പറഞ്ഞാലോ തോന്നിപ്പോകാൻ. എന്താ ഈ വസ്തു, ഈ ലൈറ്റാണ് നമുക്ക് പ്രശ്നം. നിങ്ങൾ ഇനി എന്താണ് ഈ പരിസരത്തൊക്കെ നിങ്ങൾ ഉണ്ടാവുമല്ലോ, ഇനി അത് പറയട്ടാ. ഇനി ശ്രദ്ധിച്ചാലേ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച വിഷയം തീർന്നില്ലേ. ഒരു സൈഡിക്ക് വെച്ച റാഹത്താണ്. അപ്പോ ഈ മൈക്ക് അജരെ മൈക്ക് ഓഫ് ആക്കണം. മൈക്ക് ഞാൻ ഭാര്യമാരുടെ മഹത്വം കുറിച്ച് പറയാൻ പോവാണ്. ഒരു 5 മിനിറ്റ്. എന്താ ഹാല്? അമീർ സാഹിബിന്റെ ജ്യേഷ്ഠ എന്താ നിങ്ങളെ ഹാല്? നിങ്ങൾ ഭാര്യനെ തല്ലുന്ന ആളെ, നിങ്ങളെ മുഖം കണ്ട തല്ലേറ്റുണ്ടാ? തല്ലെടുത്തിട്ടാ പാവാണ്, പച്ച പാവങ്ങളാ, പച്ച പാവങ്ങളാ. ഞാൻ വേണമെങ്കിൽ പറയാം, മൈക്ക് ഓഫ് ആക്കണേ ഓഫാക്കാം. ഞാൻ ഈ ബാല് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങളെ ഭാര്യയെ കേട്ടില്ലേ, കണ്ടില്ലേ, അപ്പൊ നിങ്ങൾ ആ കള്ള മൈലിയേരുന്നത് അത് നമ്മള് കേൾക്കേണ്ടി വരും.
അതിനൊന്നും ആകൂല മക്കളെ, അതിനൊന്നും ആകൂല. ഇപ്പൊ ഉള്ളതങ്ങ് പറയാം. ഏതാലാവട്ടെ, ഭാര്യമാരെ വേദനിപ്പിക്കുന്ന, ഭാര്യമാരെ അടിക്കുന്ന എന്റെ അനുജാ ഒന്ന് തുറന്നു പറഞ്ഞോട്ടെ, ആരാണ് അല്ലാഹു നമുക്ക് നൽകിയ പെണ്ണ്? ആരാ അല്ലാഹു നമുക്ക് നൽകിയ ഭാര്യ? ആ ഭാര്യ നമുക്ക് അല്ലാഹു നൽകിയ റഹ്മത്താണ്, ബറക്കത്താണ്. ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്! തബസ്സുമുക ഫീ വജ്ഹി സൗജതിക. ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ ഭാര്യയും ഭർത്താവും എത്ര കണ്ട് സന്തോഷിക്കുന്നുവോ, എത്ര കണ്ട് സംസാരിക്കുന്നുവോ, നസലത്ത് ബിഹിമുർ റഹ്മ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചൊരിച്ചു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്, തങ്ങളാപ്പാനെ എത്തിപ്പറമ്പൊരു ഒരു മോശമാകും തോന്നുക. അല്ല, അത് സ്വഭാവമൊക്കെ അറിയണ ആള്. എന്റെ സ്വഭാവം അറിയാം. അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ. എത്ര മനുഷ്യന്മാരറിയാം പള്ളിയിൽ വന്ന എന്തോരു നല്ല സ്വഭാവങ്ങൾ. ഒരു മീറ്റിങ്ങിൽ നോക്കി എന്തൊരു ചെറിയ കളിയെന്നറിയാം. വീട്ടിൽ ചെന്ന ഭാര്യയുടെ അരികിലെത്തിയ നരി മോഡൽ, കടുവ മോഡൽ. എന്തും മനുഷ്യന്മാർ കാസർഗോഡുണ്ട്, ഇവിടെ ഉണ്ട്. ചില മുഖത്ത് നോക്കിയാ ഇവിടെ ഇരിക്കുന്ന ആള് പോയിട്ടാ, ആള് തെറ്റിപ്പോയതാണ്. അജരെ നിങ്ങളെ രണ്ടാളി അടിയിരിക്കുന്ന ആള് പോയാലോ മുങ്ങിയല്ല, അത് നമ്മൾ തെറ്റിപ്പോ. അവിടെ ഉണ്ടാ അൽഹംദുലില്ലാ, അവിടെ ഇരുന്നോ. നിങ്ങൾ തെറ്റിപ്പോയിരുന്നിട്ടാ, ഞാൻ ഒരു പാവാണ് കേട്ടാ, നമ്മളോട് തെറ്റരുത്. നിങ്ങൾ മഹബത്ത് കൊണ്ടുള്ളൊരു വയലാണ്, മഹബത്ത് കൊണ്ടാണ്. നിങ്ങളെ കാസർകോട്ടുകാരെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അതാണ് ശൈലി, അതാണ് ഈ രൂപത്തിൽ ഞാൻ പറയുന്നത്. ഓട്ടെ, ഞാൻ പറയുന്നത് ഭാര്യയുടെ അരികിൽ ചെന്ന് വീട്ടിലെത്തിയ നരി മോഡൽ. ഒന്ന് ചിരിക്കൂല്ല, ഒന്ന് പുഞ്ചിരിക്കില്ല. പെരുന്നാളിന് പോലും ഭാര്യമാരോട് ചിരിക്കാത്ത എത്ര മനുഷ്യന്മാരുണ്ടായിരുന്നു. ഈ ചെറിയ പെരുന്നാൾ കഴിഞ്ഞില്ലേ, ചെറിയ പെരുന്നാളിന് ഭാര്യയോട് ചിരിക്കാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. 6-7 മാസമായി ഉസ്താദെ, നിങ്ങളെ സുഹൃത്ത് ഫുലാൻ ഒരു പെണ്ണ് ഒരു ചെറിയ എഴുത്ത് കൊടുത്തു വിട്ടതാ. 7 മാസം കഴിഞ്ഞു. നിങ്ങളുടെ സുഹൃത്ത് ഫുലാനുബിന് ഫുലാൻ മുഖത്ത് നോക്കിയിട്ടെന്നല്ല, ഒരു ഭാര്യ നോക്കുമ്പോ ആരാ നിങ്ങള്? ഞങ്ങളൊക്കെ കാര്യപ്പെട്ട ആളാ, നമ്മളടുത്ത ചങ്ങാതി, നല്ലൊരു പ്രവർത്തകന്. ഉടനെ ആ വ്യക്തിയെ വിളിച്ചിട്ട്, അല്ല അയൽവാസികളൊക്കെ പറയണ്ടല്ല, നിങ്ങൾ കുറെ മാസങ്ങളെ നിങ്ങളെ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട്, നിങ്ങളെ മക്കളെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ ഈ കുട്ടി സഹോദരനോട് പറയാ, അത് തമാശക്കാണ് ഉസ്താദ്. എന്ത് തമാശ? പോയി ഒന്ന് അടച്ചുവിട്ടാൻ പറഞ്ഞ, പോയി അടച്ചുവിട്ടാണ്. എന്ത് ബറക്കത്താ സഹോദരങ്ങളെ. 1 മിനിറ്റ് എങ്ങാനും ഭാര്യയോട് പിടങ്ങിയിട്ട് മുഖമൊന്ന് തിരിച്ചാൽ അല്ലാഹു തആല നമുക്ക് നൽകുന്ന ആഫത്ത് നമ്മൾ കണ്ടറിയണം. അത് ഓരോന്ന് ഞാൻ പൂട്ടി വെച്ചിട്ടാ. തങ്ങളാപ്പിനക്ക് 10 മണി എന്നുള്ളത് തന്നപ്പോഴേ എഴുതിയതൊക്കെ പൂട്ടി ചെയ്യാൻ ഞാൻ നേരെ കീശയിലേക്ക് വെച്ചു. ഞാനത് പറയണമെന്നുണ്ടായിരുന്നു. ഭാര്യയോടൊരു മിനിറ്റ് പിടങ്ങിയാൽ ഒരു മനുഷ്യൻ, പുരുഷൻ ഭൂമിയിൽ അനുഭവിക്കുന്ന ഭവിഷ്യത്തുകൾ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചില മക്കളുണ്ട്, ഉപ്പാനെ കണ്ട അടുക്കളയിലേക്ക് ഓടും. അപ്പൊ ഉമ്മ ചോദിക്കും, എന്താ മക്കളെ? മക്കള് പറയുടെ വാപ്പ വന്നിട്ടുണ്ട്. വയനാട്ടിലൊക്കെ ആനിറങ്ങിയാലേ പുലി ഇറങ്ങിയാലേ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നല്ല കുട്ടികൾ പറയാ, പൊരിയിൽ വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്തേ വാപ്പ? ഇതൊക്കെ മൂടി വെച്ചിട്ട് കാര്യണ്ടാ ചേരെ, മൂടി വെച്ചിട്ട് കാര്യണ്ട. അമീർ സാഹിബിന്റെ ജ്യേഷ്ഠ മുമ്പ് വിചാരിക്കണ്ട, ഞാൻ ഇപ്പൊ പെരീന്ന് എങ്ങനെയായിരുന്നു, നിങ്ങളെ കണ്ടാത്ത അടിക്കുന്ന ആളെ എനിക്ക് തോന്നതാ. നോക്കി നിങ്ങള്, ഞാൻ പറയുന്നതേ, അല്ലോ എന്ത് വാശുള്ള ആളുകളുണ്ടറിയോ, എന്തൊരു വാശുള്ള മനുഷ്യന്മാരാണ്. ഭാര്യമാരെ വേദനിപ്പിക്കരുത്. ഒരു ബറക്കത്തുള്ള നൽകില്ല, ഒരു ഐശ്വര്യം നൽകില്ല. ഇത് മനസ്സിലാക്കണ്ട, ഒരു ഐശ്വര്യം നൽകില്ല. ഭാര്യമാർ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്താണ്. ഞാൻ ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് വെച്ച് ഒറ്റ വാക്ക് പറയട്ടെ. എന്റെ കല്യാണം കഴിച്ച സഹോദരങ്ങളെ, നിങ്ങൾ കല്യാണം കഴിച്ചവരൊന്നും കയ്യൊക്കും. കല്യാണം കഴിഞ്ഞ ഒരു സംശയം പോലെ അങ്ങനെ, ഇവരെന്താ കയ്യൊക്കെ? നിങ്ങൾക്ക് പെണ്ണെട്ടിട്ടില്ലേ? എന്തേ മനുഷ്യൻ കയ്യൊക്കണില്ലല്ലോ? അത് ഇയാള് കയ്യൊക്കണില്ല, നിങ്ങൾ പെണ്ണെട്ടിട്ടില്ലേ? എന്താ കയ്യൊക്കാത്ത? ഇയാള് കയ്യോ അല്ല, നമ്മളെ ആ തൊപ്പിട്ട് നിങ്ങളെ അയൽവാസി കയ്യൊക്കിയിട്ടില്ലേ? അത് കയ്യൊക്കണില്ല, പെണ്ണെട്ടി, നിങ്ങൾ പെണ്ണെട്ടിട്ടില്ല. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒരു നാണം, ഒരു നാടാണത്. അതൊരു നല്ല അടയാണ്, അൽഹംദുലില്ലാ. ഞാൻ പറയുന്നതേ, ഞാൻ ഇപ്പൊ എന്തിനാണ് കയ്യൊക്കാൻ പറഞ്ഞറിയോ?
അൽഹംദുലില്ലാഹ്, കല്യാണം കഴിച്ച ജ്യേഷ്ഠാനുജന്മാരെ, നമ്മുടെ ഭാര്യമാരുടെ മഹത്വം തിരിയണോ? 5 മിനിറ്റ് മൂത്രത്തിൽ കിടന്നാൽ മതി, അത്രേ പറയുന്നു. 5 മിനിറ്റ്. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വരും. 10 മണിക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. ഞാൻ ഒന്ന് നിർത്തിയിട്ട് കുറച്ച് പറയാം. നല്ലൊരു ദുആ ബഹുമാനപ്പെട്ടവർ നടത്തിച്ച് നമുക്ക് പിരിഞ്ഞു പോവാം. ഇങ്ങോട്ട് വരും. കാറന്മാരോട് ഇരുന്നോളി, നിങ്ങൾക്ക് ബുദ്ധിമുട്ടേ കാലുവേദനൊക്കെ ഉള്ളവരോട് ഇരുന്നോളിട്ടാ. ഇങ്ങോട്ട് വരും മക്കളെ. ചോട്ടക്കുട്ടി ഇങ്ങോട്ട് പോകാൻ മോനെ. നിങ്ങൾക്ക് നല്ല പെൺകുട്ടി കിട്ടാൻ തോർക്കാം മക്കളെ. നിങ്ങൾക്ക് ഈ 2 കിട്ടാൻ തോർക്കാം. വാ, ഇങ്ങോട്ട് വരും മക്കളെ, ഇങ്ങോട്ട് വരും. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ. ഇങ്ങോട്ട് വരും. ബാക്കിലൊക്കെ ഇങ്ങോട്ട് വന്നോളി, നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് എളുപ്പം 10 മണിക്ക് നിർത്താൻ വേണ്ടിയുള്ളതാണ്. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم. ഉറക്കച്ചൽ നല്ലോടെ ചോട്ടെ ഉറക്കച്ചൽ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ. എനിക്കൊരു തിരക്കില്ല. നമ്മളെ അമീർ സാഹിബിന്റെ ജ്യേഷ്ഠനും വരക്കെ നാളെ എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പം നാളെ വരെ നമ്മുടെ ഉണ്ട്, ഒരു തിരക്കില്ല. പക്ഷെ സാഹചര്യം നമ്മൾ നോക്കണം. സാഹചര്യം നിയമപാലകർ അംഗീകരിക്കല് അത് ദീന്റെ ഒരു ഭാഗത്ത് വരും. നമ്മുടെ ഉസ്താദുമാർ നമ്മൾ പഠിപ്പിച്ചത്. അപ്പൊ 10 മണിക്ക് തന്നെ നിർത്താം. അപ്പൊ നിങ്ങളൊന്ന് നിർത്തിയിട്ട് ഞാൻ 2 കരിമ പറയുന്നറിയോ? വേറെ ഒന്നുമല്ല, അല്ലാഹു നമ്മുടെ മക്കളുടെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ മക്കളെയും മക്കളുടെ ഉമ്മയെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. പാവങ്ങളാണ്, സാധുക്കളാണ് നമ്മുടെ കുട്ടികളുടെ ഉമ്മ, നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ സഹോദരാ, 1/2 മണിക്കൂറെങ്ങാനും കിടന്നാൽ ഇതിന് ഒന്നും പറയണ്ട. ആരാടുന്നവൻ, അത് മുസ്ലിയാരാവട്ടെ, സയ്യിദാവട്ടെ, ഹാജിയാവട്ടെ, നമ്മുടെ ഭാര്യ നാമെങ്ങാനും 1/2 മണിക്കൂർ മൂത്രത്തിൽ കിടന്നാൽ ആരാണ് നമ്മുടെ ഭാര്യ എന്ന് ശരിക്ക് തിരിയും. അന്നേ നമുക്ക് അറിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ വഅദുകൾ ഞാൻ പറയാറുണ്ട്. ഞാൻ എൻ്റെ സംഘടനാ കുടുംബത്തിൽ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ട് അവനെ കാണാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി, കോഴിക്കോട്. ചെന്ന് നോക്കുമ്പോ അവന് വലിയ പരിക്കൊന്നുമില്ല, അവന് വലിയ വിഷമൊന്നുമില്ല. അവനെ കണ്ടിങ്ങോട്ട് മടങ്ങി. ഞാനും 2-3 ഉസ്താദുമാരുണ്ട്. അതിൽ ഒരു ഉസ്താദ് നല്ല തല്ലുന്ന ആളാണ്. ഉസ്താദ് നിങ്ങൾ തല്ലലുണ്ടോ ഭാര്യനെ? തല്ലരുതിട്ട, നിങ്ങൾ കണ്ട തല്ലുന്ന ആളെന്നെ തോന്നുന്നു. നിങ്ങൾ തല്ലരുതിട്ടാ, പാവാണ് കേട്ടാ പെണ്ണ്. നിങ്ങൾ തല്ലേ. ഞാൻ പറയുന്നതേ, എൻ്റെ കൂട്ടത്തിൽ ഒരു ഉസ്താദ് നല്ല അടി അടിക്കുന്നു. എന്താ അടി അടിക്കാൻ അറിയാം? അപ്പൊ എനിക്കറിയാം അയാൾ നല്ല അടിക്കുന്നില്ല, എനിക്കറിയാം. പക്ഷെ നല്ല കൃഷിയാണ്. അടിച്ചു വന്നിട്ട് പറയേ ഒറ്റയ്ക്ക് ഇങ്ങനെ കരയും. വല്ലാതെ കരഞ്ഞപ്പോ അവർക്ക് ചോദിച്ചു, എന്താ ഹബീബി? ഞാൻ നിന്റെ പെണ്ണിനെ നല്ല തല്ലി. അപ്പോ അടിക്കും ചെയ്യും, പിന്നെ പള്ളിയിൽ ഒരു ഇങ്ങനെ കരയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രകൃതിയാണ്. അപ്പൊ അയാളെന്റെ കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ മനുഷ്യനെ, ആ കുട്ടിയെ കാണാൻ പോയി. അവന് വലിയ പരിക്കൊന്നുമില്ല. ആജിമാരെ അവരെ കേൾക്കും മക്കളെ. അവനെ കണ്ടിങ്ങോട്ട് മടങ്ങുമ്പോ ഒരു മനുഷ്യനെ കണ്ടു. ഞാനത് റഅയ്തു ബിഐനയ്യ, എന്റെ അഭിമാനമായ, എന്റെ മൽജ കൂടിയായ നമ്മുടെ അഭിമന്യ നേതൃത്വം ബഹുമാനപ്പെട്ട ഇത്തിരി വാക്യാത്ത പറയുന്നു. ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ടൊരു കാഴ്ചയാണ്. ഒരു മനുഷ്യൻ ടയറിന്റെ ഉള്ളിൽപ്പെട്ട്, അല്ലാഹു നമ്മളൊക്കെ കാക്കട്ടെ, പച്ചയിൽ പറഞ്ഞ 2 തൊട ചമ്മന്തിയേറ്റുണ്ട്. ഒരു വലിയ ടയറിന്റെ ഉള്ളിൽപ്പെട്ടാലുള്ള സ്ഥിതി എന്താ? വേദന കൊണ്ട് മക്കളെ പിടയുമ്പോഴേ പുളകി മറിയുമ്പോ അയാളുടെ ഭാര്യ, ഞങ്ങൾ 3-4 ഉസ്താദുമാർ, ദീനുള്ളൊരു പെണ്ണാണ്, 3-4 ഉസ്താദുമാർ ഈ കാഴ്ച കാണുക. അയാളുടെ ഭാര്യ ഈ മനുഷ്യന്റെ തലഭാഗത്തിരുന്നിട്ട് മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു. മുസൽമാൻ ആ മനുഷ്യൻ കാഷ്ടിച്ചു, മൂത്രിക്കല്ല കാഷ്ടിച്ചു. ഈ പെണ്ണ് ഒരു പേപ്പറിന്റെ തുണ്ടെടുത്തിയിലാണ്. അവിടെ പേപ്പറിന്റെ കഷ്ണുണ്ട്. ആ പെണ്ണ് നോക്കിയതേ ഇല്ല. എന്താ ഈ പെണ്ണ് ചെയ്തതറിയും? അതാണ് സ്നേഹം. അപ്പോഴാണ് നമ്മുടെ ഭാര്യ ആരാണ് തിരിയാൻ. അല്ലോ, ഞാനൊരു ചൂടുള്ള ആളായിരുന്നു. ആ കാഴ്ചക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഞാനും പെട്ടെന്ന് ചൂടാവുന്ന ഒരാളായിരുന്നു. ഈ പെണ്ണ് ആ ഭർത്താവിന്റെ കാഷ്ടും ഒരറപ്പില്ല വെറുപ്പില്ലാതെ കൈകൊണ്ട് വടിച്ചെടുത്തു.
വടിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി. ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വരുന്ന കഴുകാൻ. അപ്പൊ ഈ സാധു കണ്ണീരോടെ എന്ത് കരച്ചിലറിയോ? ഈ മനുഷ്യൻ ഈ പെണ്ണിനോട് ചോദിക്കുക, ഞാൻ നിനക്കൊരു ഭാരയല്ലേ, അള്ളാഹുവിന്റെ ഖലാഅ്, ഭാരല്ലാതെ മരിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് അയാളുടെ കവളങ്ങ് പിടിച്ച് കവളത്ത് ഉമ്മ വെച്ച് മുത്തം കൊടുത്തിട്ട് ഈ പെണ്ണ് പറയാ, ഞാനുള്ള കാലം നിങ്ങൾ കുടുങ്ങൂല, നിങ്ങൾ കരയരുത് മുഹമ്മദ്, ഞാനുള്ള കാലം നിങ്ങൾ കുടുങ്ങൂല, കരയരുത്. ആ സമയത്ത് ആ മനുഷ്യന്റെ ഒരു ഭയമുണ്ട്. ജ്യേഷ്ഠാനുജന്മാരെ, ഇതാണ് മഹാനവറുകൾ എത്തി എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അങ്ങ് കടന്നാൽ ആരാണ് നമ്മുടെ പെണ്ണ് എന്ന് തിരിയും. പാവമാണ്, തമാശ എന്തൊക്കെ പറഞ്ഞോട്ടെ, പച്ച പാവമാണ്. ഭാര്യമാരെ അടിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ വിഷമിപ്പിക്കരുത്. അബ്ദുറഹ്മാൻ എന്നൊരു മനുഷ്യൻ, വല്ലാതെ അടിക്കുന്നൊരു മനുഷ്യൻ, അടിച്ചടിച്ച് ക്ഷീണിച്ചാൽ അടി നിർത്തും. ഒരു ദിവസം അടിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോ 4-4.5 വയസ്സുള്ളൊരു പെൺകുട്ടി വന്ന് മടിയിലിരുന്നു. അപ്പൊ ആ പെൺകുഞ്ഞൻ എങ്ങനെ അടച്ചു വിട്ടിരിക്കുമ്പോ ഒരു മഹാൻ ചോദിച്ചു, ഇതാരാണ് മോനെ? ഈ കുട്ടി ആരാ? ഇതെന്റെ ചെറിയ മോളാണ്. എടാ, ആ മോളെ ഉമ്മല്ലടാ, ആ മോളെ ഉമ്മാനടാ നീ തല്ലുന്നത്, പോയി അടച്ചുവിട്ടടച്ചു. ഈ ചെറുപ്പക്കാരൻ ഓടി. സാധാരണ അടുക്കളയിലേക്ക് പോകുന്ന അടിക്കാനാണ്. ഇന്ന് ഓടുമ്പോൾ ആ പെണ്ണിങ്ങനെ വിറക്കാടത്രേ. പക്ഷേ ഈ സാധു പ്രിയപ്പെട്ട ഭാര്യയെ അടച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, ഒരു മുങ്കോബുള്ള ആളാണ്, വെറുപ്പില്ലട്ട, ഞാൻ നിനക്കൊറ്റക്ക് ദ്വാരക്കുന്ന ഒരാളാണ്, ആഖിറത്തിലേക്ക് വല്ല നീട്ടി വെക്കുവോ? അപ്പൊ പെണ്ണ് പറഞ്ഞ മറുപടി എന്തറിയോ? നിങ്ങളെന്നെ അടിച്ചു കൊന്നാലും എനിക്കൊരു വിഷമില്ല, ഈ മക്കളെ ഉമ്മല്ലേ, നിങ്ങളെന്നെ തൊലാക്കല്ലെന്നിട്ടാ, എല്ലാ ബന്ധവും പോവില്ലേ, ഈ മക്കൾക്ക് ഞാൻ നഷ്ടപ്പെടൂലേ, അപ്പൊ നിങ്ങൾ എന്നെ തൊലാക്ക് ചെല്ലരുത്. പിന്നീട് ആ മനുഷ്യന് ഈ പെണ്ണിനെ അടിക്കണ്ട, വിഷമുള്ളൊരു പദം പ്രയോഗിക്കാൻ ധൈര്യം വന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധുക്കളാണ്, തമാശ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിർത്തുമ്പോ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭാര്യമാരെ സന്തോഷം അത് വല്ലാത്തൊരു ബറക്കത്താണ്. അതില്ല എങ്കിൽ എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ്, എവിടെ ചെന്നാലും വിഷയായിരിക്കും, ഒരു ബറക്കത്തൊന്നും തരില്ല. അതുകൊണ്ട് ഭാര്യമാരെ കൽബ് പൊട്ടിക്കരുതെന്നും, ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കുട്ടികളുടെ ഉമ്മയാണ് നമ്മുടെ ഭാര്യ. ഭാര്യ നമ്മുടെ ആഖിറത്തിലേക്കുള്ള മുത്താണ്. ഇത് മറക്കരുത് എന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. നമ്മുടെ ഉമ്മ ഉപ്പ ഭാര്യ മക്കൾ അല്ലാഹു നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. ഭാര്യ മക്കളോട് ഉമ്മ ഉപ്പ അവരോട് ഖൽബിൽ ഇങ്ങനെ മഹബ്ബത്ത് പതിഞ്ഞിട്ട് സ്വർഗീയ ലോകത്ത് ഇങ്ങനെ യാ ഹബ്ബദൽ ജന്നത്ത് വഖ്തിറാബുഹാ, സ്വർഗ്ഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്ന കുടുംബം എന്നറിയണം. അതുപോലത്തെ ഒരു കുടുംബമാകാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ടവരെന്നോട് പറയാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ജനറേറ്റർ, നമ്മുടെ ഉമ്മ ഉപ്പ നമ്മുടെ ഭാര്യ മക്കളൊക്കെ നല്ല ബറക്കത്ത്, നല്ല സ്നേഹം, ഐശ്വര്യം, ആ ഒരു നീയത്ത് വെച്ചിട്ട് മരണപ്പെട്ടവരുടെ ഖബർ ഈ നിമിഷം പ്രകാശിക്കണം. നമ്മുടെ ഉമ്മയോ വാപ്പയോ പള്ളിക്കാട്ടിലുണ്ടോ ഖബർ പ്രകാശിക്കണം. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കിട്ടും വേണം. ഒരു നല്ല നീയത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 5000 റുപ്യ തരാൻ പറ്റിയവരുണ്ട്. ഒരു 5000 റുപ്യങ്ങൾ ഇന്നല്ല, അതിങ്ങനെ അത് വാങ്ങേണ്ട അവസ്ഥ വരുമ്പോ സാഹചര്യം പോലെ കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരൻ, ഒരു സഹോദരൻ 5000 റുപ്യ. ഇതാ രണ്ടാമത്തെ ഒരു ചെറുപ്പക്കാരൻ, മൂന്നാമത്തെ ഒരു ചെറുപ്പക്കാരൻ. നമ്മുടെ പള്ളിക്കൊരു ജനറേറ്റ്, അത് നിങ്ങളല്ല കൊടുക്കൂല. ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നില്ലെങ്കിൽ ആരാണ് കണ്ടബന്ധങ്ങൾ പാപ്പാന്ന് ഞാൻ പറയും. ബഹുമാനപ്പെട്ടവരെ ഉള്ളത് കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 10-22 കൊല്ലത്തെ ബന്ധമുണ്ട്. നിങ്ങൾക്ക് ഹായിബാവൂല. 3 പേര് 5000 വീതം 15 റുപ്യായി. നാലാമത്തെ ഒരാൾ 5000 തരും. 4 അൽഹംദുലില്ലാഹ്, ഇത് 5. മക്കളെ ചെറുപ്പക്കാർ, നിങ്ങൾ കുടുങ്ങൂലട്ടാ.
തങ്ങളുസ്ഥാൻ ഇരുത്തിയാൻ ചോദിക്കാൻ നിങ്ങൾ കുടുങ്ങൂല. 5 പേര് 5000 വീതം. ഒരു ജലദോഷം, ഒരു ചെറിയ പ്രശ്നം വന്ന ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട സമയമാണ്. ഒരു കിടിന് പോയി എന്ന് കേട്ട എല്ലാം കഴിഞ്ഞു. രോഗിയായി കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു. അള്ളാഹു ഈ 5000 നൽകി 5 പേർക്ക് നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. കുടുംബത്തിൽ അള്ളാഹ് നല്ല സന്തോഷം കൊടുക്കട്ടെ. ഭാര്യ മക്കളെ കൊണ്ട് അള്ളാഹ് ഖുർറത്തുൽ ഐൻ കൺകുളിർമ നൽകുമാറാവട്ടെ. ആമീൻ. 6ാമത്തെ ഒരാൾ 5 ഉറുപ്പിക തരും. നമ്മളെ പള്ളിക്കൊരു ജനറേറ്റർ കേട്ടപ്പോ അത് നിങ്ങൾ അള്ളാഹ് കൊടുക്കൂല, നിങ്ങൾ തന്നോളി. അള്ളാഹ് കൊടുക്കൂല. 25,000 ഉറുപ്പിയായി. 6ാമത്തെ ഒരാൾ 5 ഉറുപ്പിക തരും. ഉമ്മമാരെ ഭാഗത്ത് കുട്ടികളെ പോയി നോക്കിയാലേ നമ്മൾ അമീർ സാഹിബിന് ശേഷം മുങ്ങിയാലോ അത് പോയോ? ആരെങ്കിലും എനിക്ക് അവരെ അറിയുള്ളേ. വേറെ ഇപ്പൊ ഉമറാക്കൊന്നും പരിചയപ്പെട്ടില്ല. ഉണ്ടോ? തങ്ങളാപ്പ് ചോദിക്കുക നിങ്ങൾ 5 എന്ന് വെച്ചാൽ 25 ചോദിക്കേണ്ട ഒരാളുണ്ട്. 25 ചോദിച്ചാൽ തരുന്നവരുണ്ട്. ആരെങ്കിലും തരുമോ? ഞാനൊന്ന് അന്ന് മനക്ക് അവസ്ഥ തിരിഞ്ഞിട്ടില്ലേ? ആരെങ്കിലും ഒക്കെ ഒരു 25 ഉറുപ്പിക തങ്ങളാപ്പിനോട് ചോദിക്കാൻ പറഞ്ഞു. ആ നാവ് കൊണ്ട് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഒരു മക്കളെ സംഭാവന വാഴ്ന്നു പറയാനെത്താണ്. നേരത്തെ തങ്ങളാപ്പ പറഞ്ഞ 2000 ചില്ലാനം പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഒരു ബുദ്ധിമുട്ടില്ല, ഒരു 10 ദിവസം കടല്ല, ഒരു വിഷമല്ല. ഇവരുടെയൊക്കെ ഒരു തണലാണ്, ദുആയാണ്, ഒരു ബുദ്ധിമുട്ടില്ല. സദക്കം തരങ്ങള് എത്ര ഈ സംഭാവന പള്ളിക്ക് മദ്രസക്ക് കൈനീട്ടാൻ തോഫിക്ക് കിട്ടാൻ വരക്കുന്ന ആളെയാണ്. വ്യക്തിപരമായി കൈനീട്ടേണ്ട ഗതി വരുത്തരുന്ന് വരക്കാറ്. അപ്പൊ അള്ളാഹ് കൊടുക്കൂല. ഞാനിവിടെ 5 ചോദിച്ചെന്താ വെച്ചാല് എനിക്ക് നിങ്ങളെ അവസ്ഥ ഒന്നും അറിയില്ല. തങ്ങളാപ്പ വരെ 25 ചോദിച്ചാൽ തരുന്നവരോട് ഉണ്ട്. സംഭവം ഒരു ജനറേറ്റ് വേണോ? അതിപ്പോ അത്യാവശ്യം കാശ് വേണോ? അൽഹംദുലില്ലാ. അതെ, ഈ കുട്ടിയുടെ പേര് ഇർഷാദ്. 16 ഉറുപ്പിക. നമ്മളെ പള്ളിക്ക് സ്ഥലം തന്ന ആളെ മോനും കൂടെ ഖാദറാജിക്കാടെ മോനാണ്. ഖാദറാജിക്കൊപ്പം ഉണ്ടോ? അള്ളാഹു ഖാദറാജിക്കടെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. മോന് ഇർഷാദ് എന്ന കുട്ടി 16 ഉറുപ്പിക നൽകിയത്. ഈ നിമിഷം ആ സവാബ ഖബറിലേക്ക് അള്ളാഹു എത്തിപ്പിക്കട്ടെ. ഖാദറാജിക്കടെ ഖബർ നല്ല സ്വർഗ പൂന്തപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഈ ഒരു ഉപ്പാക്കൊരു മോൻ ചെയ്യുന്ന വല്ലാത്തൊരു അമലല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നോളൂ. അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പാനെ ഇരുത്തിയാൻ ചോദിക്കാം, ഉണ്ടെങ്കിൽ തന്നോളൂ. അൽഹംദുലില്ലാഹ് 25ഉം 10ഉം 35ആയി. ഒരു 15 ഉറുപ്പിക ആരെയും തരുമോ? ഒരു 15 ഉറുപ്പിക തരാൻ പറ്റിയവർ അള്ളാഹ് കൊടുക്കൂല. ഉണ്ടെങ്കിൽ എന്നോട് ഉപ്പാപ്പ ചോദിക്കാൻ പറഞ്ഞതാ. ജനറേറ്ററിലേക്ക് നല്ല പൈസ ആകും. 10 മണി ആയപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടിന്നൊരു സംഭാവന വാഴ്ന്ന് പറയാൻ പറ്റുന്നില്ലല്ല. അപ്പൊ അങ്ങോട്ട് ചോദിച്ചു. 35 ഉറുപ്പിയായി. ഇനിയുണ്ടോ ആരെങ്കിലൊക്കെ തരാൻ പറ്റിയോ? ഉമ്മമാരെ ഭാഗത്ത് ഒരു 15,000 ഉറുപ്പിക 50 തെറ്റാൻ ഒരു 15 ഉറുപ്പിക തരാൻ പറ്റിയവരാരുണ്ട? ആരെങ്കിലും ഉണ്ടോ? 25 ചോദിക്കാൻ എന്നോട് തങ്ങളാപ്പ പറഞ്ഞു. അതിൽ 10 ഇർഷാദ് പേറ്റു, 5 പേര് 5000 പേറ്റു. ഇനി ആരല്ലത്? 25 ഉണ്ട്. തങ്ങളാപ്പാക്ക അറിയാലോ ഇതൊക്കെ. ഇവിടെ കഴിവുള്ള ആള്. കാരണം ഒരു ചെറിയ വിഷമം വന്ന ഓടിച്ചെന്നിട്ട് പറയും ദ്വാരക്കാട്ടാ. കൂടുതൽ പൈസ കിട്ടിയാൽ തോർക്കാൻ പറയുക വളരെ കുറവാണ്. തങ്ങളാപ്പാന്റെ ഹാരം എന്താ അറിയില്ല. താങ്കളുസ്ഥാനത്തെ ലോഡ് അറിയാം. ഞങ്ങൾ ഒമാലും മറ്റുള്ള അറബി നാട്ടിലൊക്കെ ഒരു കടിയിൽ കുറച്ച് വിഷമം വന്ന് കണ്ടവൻ തങ്ങൾ ഉപ്പാപ്പ വരട്ടെ തോൽപ്പിക്കണം അങ്ങോട്ടാണ്. നല്ല നിഴമത്ത് കിട്ടിയാലോ ഉപ്പാപ്പി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അങ്ങനെ കുറെ മനുഷ്യന്മാരൊക്കെ അത് നമ്മളെ അറിവിലൊക്കെ ഞാനൊക്കെ കുറെ കളിയാക്കാറുണ്ട്. കുറെ നിഴമത്ത് കിട്ടുമ്പോ ഉപ്പാപ്പൊന്നും വേണ്ടല്ലേ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഉണ്ടോ? 35 ഉറുപ്പിയായി. ഞാൻ ആരല്ലത്? ആരെങ്കിലും ഉണ്ടോ? ചെറുതാണ് ചെയ്യുന്നത്. നല്ലത് പറഞ്ഞോളി. ഞാൻ തങ്ങളപ്പോ പറഞ്ഞപ്പോ ഞാനാണ്ട് പറഞ്ഞതല്ലോ. 25, 15 ഒക്കെ മക്കളെ എല്ലാവരും സഹായിക്കും. നമുക്കൊരു ജനറേറ്റർ വാങ്ങി ഇൻഷാ അല്ലാഹ്. ആര് കാരന്മാരൊക്കെ സഹായിക്കും. കഴിയുന്നത് 5 ഉറുപ്പിക 5 ഉറുപ്പിക മറ്റു തീയത്ത് വെച്ചോളി. ആരെങ്കിലും ഒരാൾ 25 കഴിവുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി തരി. 5000 ഉറുപ്പിക തരി. ആരാള്ളത്? 35 ഉറുപ്പിയായി. ഞാനില്ലേ? അല്ലോ നമ്മളെ പള്ളിക്കൊരു ജനറേറ്റർ വാങ്ങാനേ. അത് നിങ്ങള് ആ പച്ചക്കുപ്പായ പച്ചപ്പനിയും തന്നെ നല്ല മുതലാളികളെ കൊണ്ടിടോ. അത് തരുന്നത് അവിടെ 5000 രൂപ. അതാ നമ്മളെ പച്ചപ്പനി 5000 രൂപ. ഇത് ഇവിടെ ഔക്കരിച്ച അല്ലേ? ഔക്കരിച്ച 5000 രൂപ. നമ്മളെ പച്ചപ്പനും മോനെ കല്യാണം വെച്ചിക്കണം. ഞങ്ങക്ക് ഇനി വേറെ പെണ്ണാണ് ഇനി തോരുന്ന കേട്ടാ. വേണ്ടവനെല്ലാം കൊണ്ടുവരുന്നോ? ഉള്ളത് മട്ടത്തിൽ കൊണ്ടുവരുന്ന പോലെ ഇനി കട്ടകാലം വേറൊന്നും ചിന്തിക്കല്ലേ. അപ്പൊ അൽഹംദുലില്ലാഹ് 35, 45 ഉറുപ്പിയായി. ഔക്കറിച്ച 5000 രൂപ. ആ ചെറുപ്പക്കാരൻ കുട്ടി 5000. അപ്പൊ 45ആയി. നമ്മളെ അമീർ സാഹിബിന്റെ ജ്യേഷ്ഠൻ 5000 രൂപ. 5 മതിയോ?
അതിനകത്ത് പൈസ ഉണ്ടോ? 5000. അള്ളാഹു ഖബൂലാക്കട്ടെ, ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ 50 റുപ്യായി. 50 റുപ്യ തരും മക്കളെ. 5000 റുപ്യ. ചോട്ടക്കുട്ടി കൊണ്ടോ മോനെ, കൊണ്ടോടാ റുപ്യ തരും മക്കളെ. ഉമ്മത്ത് പറയും മക്കളെ, ഒരു 5000 റുപ്യ തരും. നമ്മളെ പള്ളിക്ക് ജനറേറ്റർ വാങ്ങാനെന്ന് തങ്ങളുപ്പാപ്പ പറഞ്ഞു പറയും.